ഹായ് ഗൈസ്, സിറിയയിൽ 11 വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധം ഇപ്പോൾ അവസാനത്തിലോട്ട് എത്തുന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരു പാർട്ടി, അതായത് ഏകദേശം 4 പാർട്ടികൾ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്നു. 4 പാർട്ടികൾ ആയിരിക്കാൻ നിങ്ങൾ ഊഹിച്ചു കാണും. അതെ, റഷ്യ, ഇറാൻ, അതുപോലെ തന്നെ ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ ഇപ്പോൾ അവിടെ നിന്ന് പിന്മാറുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്നു. ചരിത്രം ഇപ്പോൾ വീണ്ടും ഒന്ന് തിരുത്തി എഴുതുന്ന സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ കുറെ കാര്യങ്ങൾ, അതായത് സിറിയൻ ഗവൺമെന്റ് ഇപ്പോൾ ഒഫീഷ്യലി ഫാളായ ന്യൂസ് എല്ലാം പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് റഷ്യ ഇതിൽ തോറ്റത് ഉള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ തീവ്രവാദികൾ സംഘടനകളെ HTS എന്ന് പറയുന്നത്, അതായത് ഈ അൽഖ്വയ്ദയും അതുപോലെ തന്നെ ഐസിസ് ഇങ്ങനെയുള്ള തീവ്രവാദികൾ സംഘടനകളെല്ലാം ചേർന്ന ഗ്രൂപ്പാണ് HTS എന്ന് പറയുന്നത്. അപ്പോൾ ഈ HTS എന്ന് പറയുന്ന ഇവരാണ്, റിബൽ എന്ന് പറയുന്ന ഇവരാണ്, ഈ തീവ്രവാദി സംഘടനകളാണ് ഇപ്പോൾ സിറിയനെ മൊത്തം പിടിച്ചെടുത്ത് മുന്നേറിക്കൊണ്ടേ വരുന്നത്. ഇത് ഒരു വലിയൊരു പ്രശ്നമായി നിൽക്കുന്നു. അങ്ങനെ അവർ മുന്നോട്ട് വന്ന് അലിപ്പോ എന്ന് പറയുന്ന ആദ്യത്തെ നഗരം അവർ കംപ്ലീറ്റ് ആയിട്ടും അവർ പിടിച്ചെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് അലിപ്പോ അവർ പിടിച്ചെടുത്തതിന് ശേഷം ഹാമ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലവും പിടിച്ചെടുത്തിരിക്കുന്നു. അതിനുശേഷം മൂന്നാമതായിട്ട് അവർ പിടിച്ചെടുത്ത സ്ഥലമാണ് ഹോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു സ്ഥലമാണ്. കാരണം ഹോംസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്തേൺ സിറിയനെയും സദേൺ സിറിയനെയും അതുപോലെ തന്നെ വെസ്റ്റ് ഈസ്റ്റ് അങ്ങനെ എല്ലാ രീതിയിലും കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണക്ഷൻ മാത്രമല്ല കേട്ടോ, അതായത് വെപ്പൺസ് വരണമെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിനും ഈ ഹോംസ് എന്ന് പറയുന്ന നഗരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു. അങ്ങനെ ഒഫീഷ്യലി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആ ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഹോംസ് എന്ന് പറയുന്ന സ്ഥലവും കൂടെ ഈ റിബൽസ്, ഈ തീവ്രവാദികളുടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഏകദേശം പ്രതീക്ഷിച്ചിരുന്നു, അതായത് ഇന്ന് ഡമാസ്കസ് മൊത്തമായിട്ടും അവർ പിടിച്ചെടുക്കും, അങ്ങനെ സിറിയൻ ഗവൺമെന്റ് താഴെ പോകുന്നത്. അതേ പ്രതീക്ഷ പ്രെഡിക്റ്റ് ചെയ്ത ഒരു തെറ്റിലും തെറ്റിയില്ല. ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റഷ്യ, ഇറാൻ, അതുപോലെ തന്നെ ഹിസ്ബുള്ള, അതുപോലെ തന്നെ സിറിയയുടെ ഒഫീഷ്യൽ ആർമിയും കൂടെ വിഡ്രോ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ സിറിയൻ ഗവൺമെന്റ് മൊത്തം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഈ തീവ്രവാദികളുടെ കയ്യിലോട്ട് എത്തിയിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ റഷ്യ, ഇറാൻ, ഹിസ്ബുള്ള അതുപോലെ തന്നെ ആസാദിന്റെ ആർമിയും കൂടെ തോറ്റുപോയെ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ അതായത് തീവ്രവാദികൾക്ക് ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അതായത് ഒന്ന് ടർക്കി, രണ്ടാമത്തേത് ടർക്കിന്റെ ഒപ്പം തന്നെ ചെറുതായിട്ടൊരു പിന്തുണ കൊടുക്കുന്നത് US അതുപോലെ തന്നെ വെസ്റ്റേൺ അലയൻസും ഫ്രാൻസും കൂടിയാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അതായത് ഇവർക്ക് ചില സംഘടന കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഈ US സപ്പോർട്ട് ചെയ്യുന്ന കുർദിഷ് എന്ന് പറയുന്ന ഇവര് ആ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവർക്ക് ഇതിൽ ഈസിയായി വരാൻ പറ്റുമെന്ന് US അറിയാം. അതുകൊണ്ട് US ചെറുതായി സപ്പോർട്ട് കൊടുത്തുകൊണ്ട് റഷ്യനെ എല്ലാം തന്നെ ആദ്യം അതിൽ നിന്ന് ചാടിക്കാനുള്ളതാണ്, അതായത് ഈ US പ്രധാനപ്പെട്ട പ്ലാൻ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് തന്നെ 2016, 14, 20 അതുപോലെ തന്നെ 11 അറ്റാക്കുകൾ വന്നപ്പോൾ, അതായത് ഇതേ ആസാദ് എന്ന് പറയുന്ന അവരുടെ ഭരണം പിടിച്ചു നിർത്താനുള്ള പ്രധാന ആളായി നിന്നത് ഇതേ റഷ്യയാണ്. പക്ഷെ ഇപ്പോൾ റഷ്യയുടെ സിറ്റുവേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് റഷ്യക്ക് ഇന്റേണൽ പരമായിട്ടുള്ള യുദ്ധത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തൊട്ടന്നെ നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്, അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം പുറത്ത് ഓൺ പേപ്പറിൽ കാണിക്കാൻ മാത്രമേ ഉള്ളൂ. അതായത് വലിയ രീതിയിലുള്ള, അതായത് അഡ്വാൻസ് ടെക്നോളജികളും ഒരു കാര്യങ്ങളും ഇന്ന് ഇറാന്റെ അടുത്തില്ല. ഇറാന്റെ സിറ്റുവേഷൻ തന്നെ വളരെ വീക്കാണ്. അതുപോലെ തന്നെ ആർമി, അതായത് യുദ്ധം പോയി കഴിഞ്ഞാൽ ഇറാൻ തോൽക്കും എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അതിന്റെ താഴെ കുറേ മുസ്ലിംസ് വന്ന് പറയുന്നു, അതായത് ഞാൻ മുസ്ലിംസിനെതിരാണ്, അതായത് ഞാൻ പറയുന്ന കള്ളമാണ് ഒക്കെ പറഞ്ഞുകൊണ്ട് അവരെന്നെ തെറി വിളിക്കുകയും അബ്യൂസ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കെ, അതായത് ഇറാൻ പവർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇറാൻ ഈ യുദ്ധത്തിൽ തോറ്റു? അതായത് ആ യുദ്ധം പോലും കണക്കിലാക്കണ്ട, ഈ യുദ്ധത്തിൽ ഡയറക്റ്റ് ആയിട്ട് കണക്കാക്കണ്ടേ? പക്ഷെ ഈ യുദ്ധത്തിലും ഇറാൻ തോറ്റു. ഇതിൽ നിന്ന് തന്നെ ഇറാന്റെ വീക്ക്നെസ് എത്രമാത്രം ഉണ്ട് എന്ന് എല്ലാ രാജ്യങ്ങളും അറിഞ്ഞിരിക്കുന്നു. ഇറാന്റെ പ്രോക്സി, അതായത് പണ്ട് തൊട്ടേ ഇറാൻ കളിക്കുന്ന എങ്ങനെയാണ്, പ്രോക്സികളെ അങ്ങോട്ട് അയച്ചുകൊണ്ട് ഇറാൻ നല്ല സേഫർ സൈഡിൽ നിൽക്കും. പക്ഷെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു, ഹിസ്ബുള്ള അവിടെ പോകുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയ്ക്ക് കംപ്ലീറ്റ് നിയന്ത്രണം കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദി സംഘടന കംപ്ലീറ്റ് ആയിട്ടും ആൾക്കാരെല്ലാം ഇല്ലാണ്ടായിരിക്കുന്നു. പേജർ അറ്റാക്കുകൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല വലിയ വലിയ അറ്റാക്കുകൾ, അത് ഇസ്രായേലിന്റെ അടുത്ത് വേണ്ടാതെ ചൊറിഞ്ഞു പോയിക്കൊണ്ട് അടി വാങ്ങി ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നം അവർക്ക് തന്നെ നേരിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഈ റിബലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ ഹിസ്ബുള്ളന്റെ അടുത്തില്ല. ഇനി നമ്മൾ സിറിയൻ ആർമിനെ നോക്കുകയാണെങ്കിൽ, അതായത് സിറിയൻ ആർമി കഴിഞ്ഞ ഒരാഴ്ചത്തെ റിപ്പോർട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അവര് ആസാദിനെതിരെ തന്നെ, അതായത് സ്വന്തം രാജ്യത്തിനെതിരെ തന്നെ ഈ തീവ്രവാദികളുടെ കൂടെ ചേർന്നുകൊണ്ടാണ്
അവർ യുദ്ധം ചെയ്യുന്നേ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ സിറ്റുവേഷനിൽ നിന്ന് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുർക്കിയും ഈ HTS എന്ന് പറയുന്ന തീവ്രവാദി സംഘടനകളെല്ലാം തന്നെ ഇപ്പോൾ ഈ അറ്റാക്ക് പെട്ടെന്ന് നടത്തുകയും അവർ പിടിച്ചെടുക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴും ചോദ്യം ഈ യുദ്ധം തീർന്നു എന്നാണ്. അത് തീരാനുള്ള സാധ്യത ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ അത് സിറിയയിലെ പ്രധാനപ്പെട്ട ഈ ആസാദിന്റെ കൺട്രോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവർ പിടിച്ചെടുത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും സിറിയയിലെ കുർഡിഷ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ആൾക്കാർ അവിടെ ഉണ്ട്. അവർക്കും ടർക്കിക്കും പണ്ട് തൊട്ടേ ശത്രുതയാണ്. അതായത് ഈ അർമേനിയൻ ജനസൈഡ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അർമേനിയൻ ജനസൈഡിനെ കുറിച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ വേണമെങ്കിൽ താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നെ ഈ കുർഡിഷ് ആൾക്കാർക്കും ഈ ടർക്കിക്കും വലിയ ശത്രുത ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിന്നും കുറെ ആൾക്കാർ അതായത് സിറിയയിൽ പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേര് പോകുന്ന ചരിത്രമെല്ലാം ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ദിവസം പോലും കഴിഞ്ഞ 11 വർഷമായിട്ട് യുദ്ധം നടക്കാത്ത സ്ഥലമില്ല. അവിടെ പോയിട്ടാണ് അവര് സ്വർഗം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വർഗത്തിൽ പോകുന്നവരൊക്കെ വേഗം ഇപ്പോൾ തന്നെ പോയിക്കോളൂ, കാരണം ഇപ്പോഴാണ് ബെസ്റ്റ് ടൈം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതായത് ഈ US മൊത്തം ഈ കുർഡിഷിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് US-നും ടർക്കിക്കും വലിയ പ്രശ്നമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ US ഇപ്പോൾ വീണ്ടും കുർഡിഷിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ US-ന്റെ കൺട്രോളിലോട്ട് ഈ കുർഡിഷ് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഈ കുർഡിഷിനെ കൊണ്ട് അവിടെ പുതിയൊരു ഗവൺമെന്റ് ഫോം ചെയ്യാനും പറ്റും. അതുകൊണ്ട് ടർക്കിനെയും അതുപോലെ തന്നെ ഈ തീവ്രവാദി സംഘടനകളെല്ലാം തന്നെ എടുത്തു കളയാനും പറ്റും. കാരണം ISIS ആയിക്കോട്ടെ, അൽഖ്വയ്ദ ആയിക്കോട്ടെ, ഇതിനൊന്നും തന്നെ US-ന് ഇഷ്ടമില്ല. കാരണം ഇവർ US-നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ കുർഡിഷിനെ ഇപ്പോൾ US സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരികയാണെങ്കിൽ ഈ യുദ്ധം വീണ്ടും അതായത് ഈ കുർഡിഷും ഈ HTS എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ആകും. അപ്പോൾ ആ യുദ്ധം നിൽക്കാൻ ചാൻസസ് ഇല്ല. പക്ഷെ ഒരുപക്ഷെ ലെബനൻ പോലെ ആക്കാനും സാധ്യതകളുണ്ട്. അതായത് കുറെ സ്ഥലത്ത് ഹിസ്ബുള്ള പിടിച്ചെടുത്ത പോലെ HTS കുറെ സ്ഥലത്ത് ഭരിക്കും, അതുപോലെ തന്നെ മറ്റേ സ്ഥലത്ത് കുർഡിഷ് ഭരിക്കും. ഇങ്ങനെ ഒരു രീതിയിലും പോകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുക? താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.